ദുബായിലെ ഒരു ബിസിനസ് നടത്തി അത് 8 നിലയിൽ പൊട്ടിക്കഴിഞ്ഞാൽ നാട്ടിലൊക്കെ കാട്ടുന്ന പോലെ മറ്റേ ഷട്ടർ ഇട്ട് കട കൂട്ടി പോണ പോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ ചെയ്താൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കിട്ടും. വേറൊന്നുമല്ല, കുറച്ച് അധികം ഫൈനുകൾ. പിന്നെ അതടക്കണതായിരിക്കും അടുത്ത ടെൻഷൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇവിടെ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പണികളുണ്ട്. ആദ്യം നിങ്ങൾക്ക് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സുമായിട്ടൊരു എഗ്രിമെന്റ് സെറ്റിൽമെന്റ് സെറ്റ് ആക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ലിക്വിഡേറ്ററിനെ വെച്ച് മറ്റു ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നീക്കണം. മാത്രമല്ല 45 ദിവസത്തെ നോട്ടീസും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റാഫിന്റെ ഫീസൊക്കെ ക്യാൻസൽ ആക്കണം. അതേപോലെ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, ദേവ, പിന്നെ ഫോൺ കണക്ഷൻസ്, ബാങ്ക് അക്കൗണ്ട്സ്, ഇത്തരത്തിലുള്ള ഡ്യൂസ് ഒക്കെ തീർത്ത് ക്ലിയറൻസ് മേടിച്ചാലേ സേഫ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പക്ഷെ ഞാൻ ഇപ്പോഴും പറയണത് ചേട്ടാ, ഇവിടെ സേഫ് അല്ല. ഇപ്പോ ബിസിനസ് വേണ്ടാന്ന് വെച്ചാലും പിന്നീട് തുടങ്ങാനൊരു പാലം ബാക്കി വെക്കണമല്ലോ. അതേപോലെ ലൈസൻസ് ഫ്രീസ് ആക്കി വെക്കാനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഷട്ടർ ഇട്ട് പോകാൻ നിൽക്കണ്ട, പണി കിട്ടും. ലിക്വിഡേഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.